സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മംഗലം കളിയും ചലച്ചിത്രതാരം ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടും കൂടിയാണ് 62ാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത്. കലോത്സവം കുട്ടികളുടെ മത്സരമെന്നും രക്ഷിതാക്കളുടെ അല്ലെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവരങ്ങളുമായി കൊല്ലത്തെ കലോത്സവ വേദികളിൽ നിന്ന് മനീഷും അക്ഷയയും ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്കാണ്. മനീഷ, ആദ്യ ദിവസത്തെ കലോത്സവ വേദി എങ്ങനെയായിരുന്നു? ഈ മത്സരങ്ങളെല്ലാം വർണ്ണാഭമായി മുന്നോട്ട് വരുന്ന കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മത്സരാർത്ഥികളുടെ എല്ലാം പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ കലോത്സവത്തിന്റെ ആദ്യ ദിനം എങ്ങനെയുണ്ടായിരുന്നു? കലോത്സവത്തിന്റെ ഋഷിചർമ്മ, എന്തായാലും കലോത്സവം ഇപ്പോഴാണൊന്ന് കളറായതെന്ന് വേണം ഏറ്റവും ആദ്യം തന്നെ പറയാൻ. പ്രധാനമായിട്ട് ഇപ്പോഴാണ് കുറെ കൂടെ ആളുകളൊക്കെ എത്തി തുടങ്ങിയത്. കുറെ കൂടെ നമുക്ക് ആൾക്കാർ ഇപ്പോഴാണെന്ന് എത്തിയത്. കാരണം ഉച്ചയോടെയൊക്കെ വളരെ ചൂടായിരുന്നു ഈ പ്രദേശത്ത്. നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര ചൂടുണ്ടായിരുന്നു. ഇപ്പോഴാണൊന്ന് ഒതുങ്ങി ആളുകളൊക്കെ ഈ സന്ധ്യ ആയപ്പോഴേക്കും ഒന്ന് എത്തി തുടങ്ങി. മോഹിനിയാട്ട മത്സരം ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ സംഘനൃത്തമാണ്, വേദി ഒന്നിൽ സംഘനൃത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് കുറച്ച് കുട്ടി അതിഥികളുണ്ട് നമുക്കിപ്പം. അവർ ആരാന്നുള്ളത് പറഞ്ഞാൽ തൃശ്ശൂർ എന്നുള്ള പഞ്ചവാദ്യം ആണ് അവരുടെ മെയിൻ എന്നാണ് പറയുന്നത്. തൃശ്ശൂർ നമുക്കറിയാം, പഞ്ചവാദ്യം, ചെണ്ട, കോല് ഒക്കെ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ, അക്ഷയ, അവരോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ. തൃശ്ശൂരിൽ നിന്നും പഞ്ചവാദ്യം കൊട്ടിക്കാരനായിട്ട് ഞങ്ങളുടെ കൊച്ചു കലാകാരന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് അവരുടെ തന്നെ ചോദിക്കാം. ഓരോരുത്തരായിട്ട് അപ്പൊ പേരൊക്കെ പറഞ്ഞു. ഒന്ന് പേര് പറയോ? അതുൽ രാഗ്, നന്ദകൃഷ്ണൻ, അഭിരാം, അദ്വൈത്, രാഹുൽ, സഞ്ജയ് കൃഷ്ണ, സുധീഷ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു ചെറിയ പ്രോഗ്രാം കണ്ടുവന്നാൽ അടിപൊളിയാവും. ഒത്തിരി കുട്ടികളാണ് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കലാപ്രതിഭകളാണ് എല്ലാവരും. അതുകൊണ്ട് അവരുടെ പഞ്ചവാദ്യം കൊട്ടിക്കാരട്ടെ അല്ലേ? അപ്പൊ അവരുടെ കണ്ടുവരാം.
എന്തായാലും തൃശ്ശൂർ എന്നുള്ളവരുടെ ഒരു വിവരം നമ്മൾ ചോദിച്ചില്ല. പ്രധാനമായിട്ടും നമ്മൾ ഇവരോട് പേര് മാത്രമേ ചോദിച്ചുള്ളൂ. എവിടെ നിന്നാണ് എന്താണെന്നൊന്നും ചോദിച്ചില്ല. ആരോ ഒരാൾ പറയുക നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കണേ. ഗുരുവായൂർ ദേവസ്വൻ്റെ വാദ്യവിദ്യാലയം അല്ലെങ്കിൽ കലാനിലയത്തിൽ പഠിക്കണു. ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ച് ഞങ്ങൾ ആശാന്മാരാണ്. കലാമണ്ഡലം അനന്തകൃഷ്ണൻ, കലാനിലയം ജയകൃഷ്ണാശൻ, കലാനിലയം വിശ്വനാഥാശൻ, പിന്നെ ഇടയ്ക്ക് ജ്യോതിശാൻ, ഇവരൊക്കെ പഠിപ്പിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ കൊട്ടുന്നു. നിങ്ങളുടെ മത്സരം കഴിഞ്ഞില്ലേ? ഇപ്പോൾ കഴിഞ്ഞു. എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പഞ്ചവാദ്യമായിട്ട് പിള്ളേര് വന്നു. ഏകരയും കൊണ്ടാണ് പിള്ളേര് തിരിച്ചു പോണത്. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. ഇവിടെ ഇതുപോലെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലാണ്. വന്നിരിക്കുന്ന എല്ലാവരും കൊല്ലത്തെ കലോത്സവ വേദികൾ നിറയുകയാണ്. തൃശ്ശൂർ ഗുരുവായൂരിൽ നിന്നുള്ള വാദ്യ കലാകാരന്മാരുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടത്.